ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അരുൺ സംസാരിച്ചത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം അത് സ്വാഭാവികമാണ്. എന്നാൽ LDFനെതിരെ അത്തരമൊരു വികാരം ഉയർന്നിട്ടില്ല. 100-ലധികം സീറ്റുകൾ കിട്ടുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നു? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ട് CBI അന്വേഷിക്കുന്നില്ല എന്ന വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഹൈക്കോടതിയാണ് CBI അന്വേഷണം തീരുമാനിക്കേണ്ടത്. CBI അന്വേഷണം ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല. മറിച്ചുള്ള പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപടിയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുക. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് നേരത്തെ തന്നെ സ്വീകരിച്ചത്. മാത്രമല്ല, ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം എന്നതിനെ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടതും സ്വാഗതം ചെയ്തതാണ്. ഞങ്ങൾക്ക് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റവാളികൾ രക്ഷപ്പെടാനും പോകുന്നില്ല. രാജ്നാഥ് സിംഗ് ഈ ദിവസം പറഞ്ഞത് CBI അന്വേഷിക്കും എന്നൊരു ഉറപ്പാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് യോഗത്തിലൊക്കെ നൽകിയത്. അല്ല, അത് അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ആർക്കും ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ സമ്മതത്തോടെയല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷം ഇല്ലാതാകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അപകടകരമായ നിലപാടാണ്. ഇടതുപക്ഷം വാനിഷ് ആകണമെന്ന് പറയുന്നത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. തെരഞ്ഞെടുപ്പിൽ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി അധപ്പതിക്കരുത് എന്നും മുഖ്യമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇടതുപക്ഷം വാനിഷായി പോകണം, ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതെ, അത് തീർച്ചയായും തെറ്റായ ഒരു നിലപാടാണത്. എത്രത്തോളം അപകടകരമായൊരു നിലപാടാണെന്ന് ആലോചിക്കണം. അത് സാധാരണഗതിയിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണല്ലോ. ഇപ്പോൾ ത്രിപുരയിൽ BJP ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതൊരു പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. അത്രമാത്രം ശക്തമായിട്ട് ഇടതുപക്ഷത്തെ കാണുന്നതാണ് BJPയുടെ പൊതുനില. RSSൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ഭാഗം. ഇടതുപക്ഷം ഇവിടുന്ന് വാനിഷായി പോകണം എന്ന് പറയുമ്പോൾ എത്രമാത്രം BJPയെ സഹായിക്കുന്ന നിലപാടാണ്, എത്രമാത്രം വലതുപക്ഷ നിലപാടാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നത് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാൻ വലിയ നീക്കം നടന്നു. ഇടതുപക്ഷം സംഘപരിവാറിന്റെ കൂടെയാണെന്ന് രഹസ്യ പ്രചരണം നടന്നു. പക്ഷേ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തേണ്ട എന്ന ബോധ്യമാണ് ന്യൂനപക്ഷങ്ങൾക്കുണ്ടായത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് വസ്തുതാപരമല്ല. ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ഒരു മനോഭാവ മാറ്റം ആദ്യമുള്ളതിൽ നിന്ന് പിന്നീടുണ്ടായിരുന്നു. ആദ്യത്തെ നിലപാട് ഇടതുപക്ഷത്തെ അത്ര കണ്ട് സ്വീകരിക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷമാണ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ശക്തമായി ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങളെന്തിനാണ് ഇവരുമായിട്ട് അകന്നു നിൽക്കുന്നത് എന്ന ചിന്തയിലേക്ക് അവർ വന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ തലങ്ങളിലും നല്ല സ്വീകാര്യത ഇടതുപക്ഷത്തിനുണ്ടായി. വയനാട് UDFന്റെ കണക്കുകൾ പാളിയത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അതിന് പണമില്ലെന്ന് പറയുന്നു. സംഭവിക്കാൻ പാടില്ലാത്തത് ഇക്കാര്യത്തിൽ സംഭവിച്ചു. അത് ഗൗരവമായി എടുക്കണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. ഇതും വെച്ചിട്ട് എല്ലാവർക്കും എങ്ങനെയാണ് വീട് നിർമ്മിച്ചു കൊടുക്കുക?
ഇപ്പം പറയുന്ന ഈ കണക്ക് ഈ പൈസയേ ഉള്ളൂ എന്നല്ലേ. പക്ഷേ അതെല്ലാവരും നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകാൻ മാത്രം പൈസയുണ്ട് എന്നാണല്ലോ. ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നേരെ വിപരീതമായിട്ടുള്ളതാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുക. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. കാണുന്നവരുടെ എല്ലാം ബോധ്യം വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം മാറ്റാൻ ഇതേവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഗൗരവമായി കാണേണ്ട വിഷയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.